ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ചന്ദ്രബോസും കൂട്ടരും വിഷ്ണുവിനെ അന്വേഷിച്ച് ഈ കാട്ടിൽ മതയാന ഇളകിയതുപോലെ സത്യാമ്മയുടെ വീട്ടിലും ശാരദാമ്മയുടെ വീട്ടിലുമെല്ലാം കയറി ഇറങ്ങി ശാരദാമ്മയുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ഉടക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ശാലിനിയുടെ വായിൽ നിന്ന് എന്തൊക്കെ കേൾക്കാൻ പറ്റുമോ അത്രയൊക്കെ വാങ്ങിക്കൂട്ടിക്കൊണ്ട് ചന്ദ്രബോസും കൂട്ടരും പോയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സുസ്മിതയുടെയും രോഹിത്തിൻ്റെയും അഴിഞ്ഞാട്ടമാണ്. സുസ്മിത രോഹിത്തിനോട് പറയുക, രോഹിത്തെ, ഞാൻ പറയുന്ന നീ ഒന്ന് മനസ്സിലാക്ക്. ശ്യാമെ, നീ ഇപ്പം പറഞ്ഞു വിടരുത്. ഈ കുടുംബത്തിലെ പെണ്ണുങ്ങൾ താമസിക്കണം. എങ്കിലേ കുട്ടികളും പ്രാരാബ്ദങ്ങളും കുഞ്ഞുകുട്ടി പരാധീനതകളും ഉള്ള ഒരാളാ നീയെന്ന് തെളിയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴേ നമ്മുടെ ബിസിനസ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എടാ രോഹിത്തെ, നിന്റെ നേരെ പോലീസിൻ്റെ നോട്ടം ഉണ്ടാകാതിരിക്കണമെങ്കിലേ ഈ ശ്യാമയും പപ്പിയും ഇവിടെ നിൽക്കണം. അതുകൊണ്ടേ അവളിവിടെ നിന്നോട്ടെ. ഇത് ഞാൻ പറയുന്നതേ അവൾക്ക് വേണ്ടിയൊന്നുമല്ല, നിനക്ക് വേണ്ടി മാത്രമാണ്. ചെന്ന് രോഹിത്തെ, നീ അവളെ തടയി, അല്ലെങ്കിൽ അവളിപ്പോൾ പെട്ടിയും പ്രമാണം എടുത്തോണ്ട് അങ്ങ് പോവും. എന്നിട്ട് ഹോസ്പിറ്റലോ അമ്പലത്തിലോ ഏത് പണ്ടാരം അടങ്ങാനോ എവിടെയെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകും. എന്താ രോഹിത്തെ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ അനങ്ങാതെ നിൽക്കുന്നത്? അവൾ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ചെന്ന് തടഞ്ഞു നിർത്താൻ നോക്ക്. ചന്ദ്രബോസ് സുസ്മിതയ്ക്ക് ഫോൺ ചെയ്ത് പറയുന്നു, ശാലിനി കമലനെ ജാമ്യത്തിലിറക്കി. നേരാണോ ചിറ്റപ്പ? അപ്പോഴവൾ നമുക്കെതിരെ കളികൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മൾ സൂക്ഷിക്കണം. ഒരിക്കൽ ചവിട്ടുകൊണ്ട പാമ്പേ പിന്നെ നമ്മളെ നരകം കാണിക്കാതെ പോവില്ല. ഇനി അങ്ങോട്ട് നന്നായിട്ട് അറിഞ്ഞു തന്നെ നീങ്ങണം. അങ്ങനെ ചന്ദ്രബോസനും സുസ്മിതയ്ക്കും മനസ്സിനുള്ളിലൊരു തീ തുടങ്ങിക്കഴിഞ്ഞ് അടുത്ത അംഗപ്പുറപ്പാടിനുള്ള തയ്യാറെടുപ്പാണ് സുസ്മിതയും ചന്ദ്രബോസും. സത്യാമ്മയുടെ വീട്ടിലാണെങ്കിൽ തകർത്ത് പിടിച്ച് ചിപ്സും പലഹാരമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ബിസിനസ്സിനുള്ള ഒരുക്കങ്ങളാണ്. രാഘവേട്ടൻ വന്നിട്ട് പറയുന്ന, ഫാമേ, ഞാൻ എന്തെങ്കിലും സഹായിക്കണമെന്നുണ്ടോ? എനിക്ക് വല്ലാതെ ബോറടിക്കുന്നു. എന്തെങ്കിലും ഒരു പണി എനിക്കൂടെ താ. ആഹാ, അത് കൊള്ളാമല്ലോ. രാഘവേട്ടന് ബോറടിക്കുന്നെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പണി തരാമല്ലോ എന്നും പറഞ്ഞ് സത്യാമ്മ കുറച്ച് ചിപ്സ് എടുത്ത് രാഘവേട്ടന് കൊടുക്കാനൊരുങ്ങുവാണ്. ഇത് തിന്നോണ്ട് അവിടെ ഇരുന്നോ, ഇതാണ് രാഘവേട്ടൻ്റെ പണി. സത്യാമ്മ വലിയ സന്തോഷത്തിലാണ്. ബിസിനസ്സൊക്കെ നല്ലതുപോലെ പച്ച പിടിക്കുന്നുണ്ട്. കയ്യിൽ പൈസയും വരാൻ തുടങ്ങി. സത്യാമ്മ പൊന്നിക്കും ശാന്തയ്ക്കും ഒക്കെ ശമ്പളമൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. സത്യാമ്മ സന്തോഷത്തോടെ രാഘവേട്ടനോട് പറയുക, ഇവർ രണ്ടുപേരും ഉള്ളതുകൊണ്ടാണ് രാഘവേട്ട എനിക്കിതിങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നത്. ഒരു മകനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ആവശ്യ സമയത്തിന് ഉപകരിക്കണ്ടേ? അതെങ്ങനെയാ? അവൻ്റെ കേസും കൂട്ടമൊക്കെ കഴിഞ്ഞിട്ടേ അച്ഛനെയും അമ്മയൊക്കെ സഹായിക്കാൻ അവൻ എവിടുന്നാ നേരം? വിഷ്ണുവിനെ കുറ്റം പറഞ്ഞാൽ രാഘവേട്ടനെ സഹിക്കുവോ? രാഘവേട്ടൻ പറയുക, അവനോടുണ്ടായിരുന്നപ്പോഴേ അവൻ നിന്നെ സഹായിക്കാൻ ഒരുങ്ങുമ്പോഴൊക്കെ നീ എതിർക്കുമായിരുന്നല്ലോ. അവൻ്റെ ഒരു സഹായവും വേണ്ടെന്നല്ലേ ഫാമേ നീ അന്ന് പറഞ്ഞത്? അതെ, തള്ളമാരാണെങ്കിൽ അങ്ങനെയൊക്കെ പറയും. അതൊക്കെ അവരുടെ ഉള്ളിലുള്ള ഒരു വിഷമം കൊണ്ട് പറയുന്നതാ. ആ സമയത്ത് സുബേർക്കെ അവിടെ വന്നിട്ട് രാഘവേട്ടനെ വിളിക്കുന്നുണ്ട്. അല്ല, ഇതാര് സുബേറോ? കുറച്ച് ദിവസമായല്ലോ ഇങ്ങോട്ടൊക്കെ ഒന്ന് കണ്ടിട്ട്. അത് ഓരോരോ തിരക്കുകളായിരുന്നു രാഘവൻ സാറേ. വാ, ഇങ്ങോട്ട് കയറിയിരിക്കേ. അയ്യോ വേണ്ട രാഘവൻ സാറേ, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതേ, എന്നോടൊപ്പം ഒരാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെ രണ്ടുപേരെയും കാണാനാ. ഞാനിപ്പോൾ വിളിക്കാം. രാഘവേട്ടനും സത്യാമ്മയെ നോക്കുമ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ നിന്നും വിഷ്ണു നടന്നു വരുന്നുണ്ട്. വിഷ്ണുവിനെ കണ്ട സന്തോഷത്തിൽ രാഘവേട്ടൻ, ഇട മക്കളെ, വാടാ ഇങ്ങോട്ട്, കയറി വാടാ മോനെ ഇങ്ങോട്ട്. വിഷ്ണു അകത്തോട്ട് കയറാൻ തുടങ്ങുമ്പോൾ സത്യാമ്മ ഉടനെ പറയാം, നിൽക്കവിടെ. ഒരു കള്ളനെ പോലെ സ്വന്തം വീട്ടിലിങ്ങനെ ഒളിച്ചു കയറി വരാൻ നിനക്ക് നാണമില്ലടാ വിഷ്ണു? എനിക്ക് കാണണ്ട നിന്നെ, എങ്ങോട്ടാണ് ഇറങ്ങിപ്പോയ്ക്കോ എന്ന് പറയുമ്പോൾ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് വിഷ്ണു പറയുക, ഞാൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് തെളിയിച്ചിട്ട് ഈ മുറ്റത്ത് കാലുകുത്തുവെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നതാ. പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനെ ഒന്ന് കാണണമെന്ന് തോന്നി. അച്ഛൻ എന്ത് പറ്റിയടാ? എൻ്റെ അറിവിൽ രാഘവേട്ടൻ ഒരു കുഴപ്പമില്ല. ഇനി നീയായിട്ടുണ്ടാക്കാതിരുന്നാൽ മതി. അതല്ല, എൻ്റെ അച്ഛൻ എന്തോ കുഴപ്പമുണ്ട്. രാഘവേട്ടൻ ചോദിക്കുക, എനിക്കെന്തോ കുഴപ്പമാടാ ഉള്ളത്? കഴിഞ്ഞ ദിവസം രാത്രിയിലെ വഴിയിൽ വെച്ച് ഞാൻ അച്ഛനെ കണ്ടുമുട്ടിയത് ഓർമ്മയുണ്ടോ? പപ്പിയെ അച്ഛൻ രക്ഷപ്പെടുത്തിയ ദിവസം. അന്ന് എനിക്ക് എൻ്റെ അച്ഛനോട് ചോദിക്കാൻ പറ്റിയില്ല അച്ഛൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന്. എടാ മോനെ, എനിക്കും അറിയില്ലടാ ഞാൻ എങ്ങനെ അവിടെ അങ്ങനെ എത്തിയതെന്ന്. അല്ല, അതെങ്ങനെയാ ഫാമേ ഞാൻ അവിടെ എത്തിയത്? അത് എന്നോടാണോ രാഘവേട്ട ചോദിക്കുന്നത്? രാത്രി മുഴുവൻ ഓടി നടന്നിട്ട് പാതിരാത്രിക്ക് പപ്പിയം കൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഇതേ ചോദ്യം തന്നെയല്ലേ അന്ന് നിങ്ങളോട് ചോദിച്ചത്? അപ്പോഴും നിങ്ങൾ കൃത്യമായിട്ടൊരു മറുപടി പറഞ്ഞില്ലല്ലോ. അതുകൊണ്ടാണ് അച്ഛാ ഞാൻ പറയുന്നത്, നമുക്കൊരു നല്ലൊരു ഡോക്ടറെ കാണിക്കാം. അച്ഛാ, അച്ഛൻ രാത്രിയിലെ ഈ പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നത് എൻ്റെ അച്ഛൻ്റെ ഓർമ്മക്കുറവ് കൊണ്ടാണ്. അയ്യോ എൻ്റെ വിഷ്ണു, നീ പറയുന്ന പോലെ അസുഖമൊന്നും എനിക്കില്ല. ചില സമയത്ത് ഞാൻ പലതൊക്കെ അങ്ങ് മറന്നു പോകുന്നു, അത്രയേ ഉള്ളൂ. വിഷ്ണു സങ്കടത്തോടെ പറയുക, അച്ഛാ, അതുതന്നെയാണ് എൻ്റെ അച്ഛൻ്റെ പ്രശ്നവും. ഇനി ഇത് കൂടുകയുള്ളച്ചാ. അത് ഇനി കൂടിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അച്ഛനെ പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലെന്നൊരു പേടി.
അല്ലാതെ വേറെ ഒന്നുമല്ല. നമുക്കേ നല്ലൊരു ഡോക്ടറെ കാണിക്കാം. ഇതൊക്കെ കേട്ടോണ്ടിരുന്ന സത്യമ്മ പറയാ, ഓ നിന്റെ ഉപദേശത്തിന് വളരെ നന്ദി. വേണ്ടത് എന്താന്ന് വെച്ചാലേ ഞാൻ ചെയ്തോളാം. ദയവ് ചെയ്ത് നീ പോലീസിനെ ഇവിടെ കയറ്റിയിറക്കാൻ ഇട വരുത്താതിരുന്നാൽ മാത്രം മതി. ചങ്കു പൊട്ടി കരഞ്ഞുകൊണ്ട് വിഷ്ണു പറയാ, എനിക്ക് മനസ്സിലായി, ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പൊയ്ക്കോളാൻ. ഞാൻ നിരപരാധിയാ. എൻ്റെ നിരപരാധിത്വം ഇനി തെളിയിച്ചിട്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുൻപിൽ ഇനി വരുത്തുള്ളൂ. അതുവരെ എന്നെ ഒരു ശത്രുവായിട്ട് കാണാതെ ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞ ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല അച്ഛാ, ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞ് വിഷ്ണു രാഘവേട്ടനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട്, സുബേർക്ക ഇനി നമുക്ക് പോകാം എന്നും പറഞ്ഞ് അവർ പോവുകയാണ്. രാഘവേട്ടൻ കരഞ്ഞോണ്ട്, ഫാമേ നമ്മുടെ മോൻ പോകുന്ന കണ്ടോ? സത്യമ്മ പറയാ, ഒരു പ്രാവശ്യം പോലീസുടെ കയറിയിറങ്ങിയതിൻ്റെ ക്ഷീണവേ ഇതുവരെ മാറിയിട്ടില്ല. എന്നെക്കൊണ്ടിനി കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടല്ലോ എന്നും പറഞ്ഞ് സത്യമ്മ ദേഷിച്ച് അകത്തോട്ട് കയറി അങ്ങ് പോവുകയാണ്. ശാലിനി രാത്രിയിൽ ഇങ്ങനെ ഫയലുകളൊക്കെ നോക്കുവാണ്. എങ്ങനെയും വിഷ്ണുവിനെ രക്ഷിക്കണം, അതിനെക്കുറിച്ച് തിരക്ക് പിടിച്ചുള്ള ഫയൽ നോട്ടങ്ങളാണ്. ആ സമയത്ത് ശ്യാമയുടെ ഫോൺ വരുന്നു. ശ്യാമ വല്ലാതെ കരയുവാണ്. എന്താ ശ്യാമ, എന്തിനാ നീ കരയുന്നത്? ഞാൻ എങ്ങനെ കരയാതിരിക്കും കുഞ്ഞേച്ചി? എൻ്റെ ഈ സങ്കടങ്ങൾ ഞാൻ എങ്ങനെയാ നിങ്ങളെ ഒന്ന് അറിയിക്കുന്നത്? എൻ്റെ സങ്കടം പറയാൻ നിങ്ങളല്ലാതെ എനിക്ക് മറ്റാരാ ഉള്ളത്? ശ്യാമേ, എന്താ ഉണ്ടായത്? നീ ഇങ്ങനെ കരയാതെ കാര്യം പറ. ഇനി ഞാൻ എന്ത് പറയാനാ കുഞ്ഞേച്ചി? എൻ്റെ ജീവിതം നശിച്ചുവെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കുഞ്ഞേച്ചി, രോഹിത് ഇപ്പം മറ്റാരോ ആണ്. ഞാനും എൻ്റെ മോളും ഇവിടെ ഇന്നിപ്പോൾ ഉള്ളൊരു അധികപ്പറ്റ. എൻ്റെ മോക്ക് ഇപ്പം നല്ല പനിയാ. പക്ഷെ രോഹിത്തിനിപ്പോൾ അതൊരു വിഷയം പോലും അല്ല. അയ്യോ ശ്യാമേ, കുഞ്ഞിന് മരുന്ന് വാങ്ങിയില്ലേ? മരുന്നൊക്കെ വാങ്ങി കുഞ്ഞേച്ചി. പക്ഷേ ഞങ്ങളിപ്പോൾ ഇവിടെ അടിമകളെ പോലാ കഴിയുന്നത്. വീട്ടിലെ വളർത്തുനായ്കൾക്ക് ഇതിനേക്കാൾ കൂടുതൽ സ്നേഹം കിട്ടും. ഇത്ര പോലും പരിഗണന രോഹിത്ത് ഞങ്ങൾക്ക് തരുന്നില്ല കുഞ്ഞേച്ചി. പിന്നെ എന്തിനു വേണ്ടിയാ, ആർക്ക് വേണ്ടിയാ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നത്? മോളെ ശ്യാമേ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. അവൻ്റെ മനസ്സിലെ കറ ഇനി കഴുകിക്കളയാതെ അവൻ നിന്നെയും പപ്പിയും സ്നേഹിക്കത്തില്ല. അവൻ നിങ്ങളെ മനസ്സിലാക്കത്ത പോലുമില്ല. കാരണം അവൻ്റെ മനസ്സിൽ അത്രത്തോളം മുറിവുണ്ടാക്കിയിട്ടുണ്ട്. അതിന് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ കുറച്ചേ മാറത്തുള്ളൂ. അത് നിന്നെക്കൊണ്ട് മാത്രമേ കഴിയൂ മോളെ. അവൻ്റെ ആ ദേഷ്യം നിന്നോടുള്ള സ്നേഹവാക്കി നീ മാറ്റണം. അതിനുവേണ്ടി എൻ്റെ മോളെ നീ ഒരുപാട് സഹിക്കേണ്ടി വരും. ഇത് നിന്റെ ജീവിതമാണല്ലോ എന്ന് കരുതി അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണല്ലോ നീ നിന്നെ തന്നെ സ്വയം ബോധ്യപ്പെടുത്തി നീ മുന്നോട്ട് തന്നെ പോകണം. എന്നാലേ നീ ആഗ്രഹിക്കുന്ന പോലുള്ളൊരു ജീവിതം നിനക്ക് നേടിയെടുക്കാനാകത്തുള്ളൂ. എൻ്റെ കുഞ്ഞേച്ചി എന്നെ ഒന്ന് മനസ്സിലാക്ക്. എല്ലാം സഹിക്കാനും പൊറുക്കാനും എല്ലാം എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിവിടെ നിൽക്കുന്നത്. പക്ഷേ രോഹിത്തിന് ഞാനായിട്ടുണ്ടാക്കി വെച്ച മുറിവിൻ്റെ ആഴം എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ കുഞ്ഞേച്ചി, ഒരാൾക്ക് എത്രത്തോളം താഴാൻ കഴിയും? ഭൂമിയോളം ഞാൻ താണു കഴിഞ്ഞ്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നേ അത് അനുഭവിച്ചാലേ അറിയൂ. അഭയാർത്ഥികളോട് പോലും അല്പദയ കാണിക്കും. പക്ഷെ എൻ്റെ സങ്കടം ഞാൻ ആരോട് പറയാനാ? ഇനി ഞാൻ ആരോടും ഒന്നും പറഞ്ഞ് ആരെയും ശല്യപ്പെടുത്തുന്നില്ല എന്നും പറഞ്ഞ് ശ്യാമ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ശാലിനിയുടെ അടുത്തോട്ട് ശാരദാമ്മ വന്നിട്ട് ചോദിക്കും, ആരാ മോളെ വിളിച്ചത്? ശ്യാമയാമ്മേ. അവൾ എന്താ ഇപ്പം പറഞ്ഞത്? അമ്മേ, അവൾ പറയുന്നതിനേക്കാൾ കൂടുതൽ കരയുമായിരുന്നു. കുറച്ച് നാളായിട്ടേ ഈ കരച്ചിൽ അവളൊരു തൊഴിലായിട്ട് സ്വീകരിച്ചിരിക്കുവാണല്ലോ. അമ്മ എന്തുവായി പറയുന്നത്? അവൾ പറയുന്നതിലും കാര്യമില്ലേ? എന്ത് കാര്യമാ? എല്ലാ കുടുംബങ്ങളിലും ഉണ്ട് വഴക്കും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ. പക്ഷേ പലരും മനസ്സിൻ്റെ ധൈര്യം കൊണ്ട് അതാരെ അറിയിക്കാതെ ഒതുക്കി അങ്ങ് തീർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ശ്യാമ കാണിക്കുന്ന നേരെ തിരിച്ചാ. നമ്മളാ ഇതൊക്കെ വരുത്തി വെച്ചതെന്നും പറഞ്ഞേ നമ്മളെ മാനസികമായും ശാരീരികമായി അവൾ നമ്മളെ വേദനിപ്പിക്കുക. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവളെ ഉപദ്രവിക്കാനൊന്നും അല്ലല്ലോ, അവളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ നമ്മളെല്ലാം ചെയ്തത്. പക്ഷേ അവളതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ വിഷമം. ശാലിനി പറയുക, അമ്മ ഇപ്പോൾ അവളെ അങ്ങോട്ട് പറഞ്ഞു വിടണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവൾ അവിടെ കണ്ണീരൊഴുക്കിക്കൊണ്ട് അമ്മയെ കഴിയുന്നത്. അമ്മയും ഇതുപോലുള്ള സിറ്റുവേഷനിൽ കൂടി അല്ലയോ ജീവിച്ചു പോയത്? ഞങ്ങളെയൊക്കെ വളർത്തിയതും അങ്ങനെ തന്നെ അല്ലയോ? ശാരദാമ്മ ഉടനെ പറയുക, മോളെ നീ മനസ്സിലാക്കാൻ വേണ്ടി അമ്മയൊന്ന് പറയട്ടെ. ശാരദയല്ല ശ്യാമ. ശാരദയെ 3 പെൺകുട്ടികളെയും കൊണ്ട് വെല്ലുവിളിച്ച് ജീവിച്ചതേ ശാരദയ്ക്ക് ഒരു തൊഴിൽ അറിയാവുന്നതുകൊണ്ടാ. ആരെയും ഭയക്കാതെയും ആരുടെയും മുന്നിൽ കൈ നീട്ടാതെയും ജീവിച്ചതേ ആ ഒരൊറ്റ കാരണം കൊണ്ടാ. ശ്യാമയ്ക്ക് എന്തറിയാം? അവൾ അവളുടെ ജീവിതത്തിന് വേണ്ടിയേ എന്തെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടോ? ഇങ്ങനെ കിടന്ന് കരയാനല്ലാതെ മറ്റെന്താ അവൾ ചെയ്യുന്നത്? അവൾക്ക് സ്വന്തം കാലം നിൽക്കാനുള്ള കഴിവുണ്ടാകണം. ഏത് കാര്യവും കൈകാര്യം ചെയ്യാനുള്ള മനസ്സും ഉണ്ടാകണം. അതൊക്കെ അനുഭവത്തിൽ കൂടെ മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതിനുള്ള ഏക മാർഗം നിലവിലുള്ള സാഹചര്യം നേരിടുക എന്നുള്ളത് തന്നെയാണ്.
അവൾ ഒറ്റയ്ക്ക് നേരിടട്ടെ. എന്നും അവളുടെ സഹായത്തിന് എപ്പോഴും നീയും ഞാനും ഉണ്ടാകണമെന്നുണ്ടോ? അവൾ പഠിക്കണം, കഷ്ടപ്പാടുകൾ എന്താണെന്നും അത് ജീവിതത്തെ എത്രത്തോളമൊക്കെ ബാധിക്കുമെന്നുള്ളതൊക്കെ അവൾ അറിയണം. അതുവരെ അവളുടെ കരച്ചിൽ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുക. അതെൻ്റെ മോളോട് എനിക്ക് സ്നേഹക്കുറവുണ്ടായിട്ടല്ല, സ്നേഹക്കൂടുതലുള്ളത് കൊണ്ട് മാത്രമാണ്. ശാലിനി മനസ്സിൽ പറയുക, അമ്മ പറയുന്നത് ശരിയാ, ഇതൊരു പഠനം തന്നെയാണ്, പാഠപുസ്തകത്തിൽ കിട്ടാത്ത അറിവ്. സത്യാമ്മയുടെ അടുക്കൽ പാചകം തകർത്ത് പിടിച്ച് നടക്കുവാണ്. പൊന്നി പറയുക, ശാന്തേച്ചി വന്നതിലിരുന്നാണ് അച്ചാറുകളുടെയും ചെറു കടികളുടെയൊക്കെ ഓർഡർ എടുത്ത് തുടങ്ങിയത്. നമ്മൾ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്നതുകൊണ്ടേ ഇനി എല്ലാ ഓഫീസുകളിലൊക്കെ നമുക്ക് നല്ല ഓർഡർ കിട്ടും. മാസത്തിൽ ഇതുപോലെ 1-2 പരിപാടികൾ കിട്ടിയാൽ കൂടെ മതി, കാര്യങ്ങളൊക്കെ നല്ല സുഗമമായി നടന്നു പോകും. ആ സമയത്ത് നൂർജഹാൻ അങ്ങോട്ട് കയറി വന്നിട്ട് ചോദിക്കുന്നു, ഇത് ആരുടെയാ കുറ്റവും കുറവൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാനും കൂടെ കേൾക്കട്ടെ. പൊന്നി പറയുക, അത് ഞങ്ങൾക്കറിയാവുന്ന ഒരു പെങ്കൊച്ചിൻ്റെയാ. ആള് വലിയ സഹായിയാണെന്നാണ് ഞങ്ങൾ കരുതിയത്. അപ്പോഴല്ലേ ശാന്തേച്ചി പറഞ്ഞത് പരിപ്പ് പായസത്തിൻ്റെയും അടപ്രഥമൻ്റെയൊക്കെ കൂട്ടി ചോദിച്ചറിഞ്ഞെന്ന്. ഇനി ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും യൂണിറ്റ് തുടങ്ങാൻ വല്ല പ്ലാനുണ്ടോ എന്തോ? അത് ശരി, അപ്പോൾ ആരോപണം എന്നെക്കുറിച്ചാണല്ലേ? നൂർജഹാൻ പറയാ, സത്യാമ്മയുടെ സഹായിയായിട്ട് ഞാനിങ്ങനെ നിൽക്കുന്നതേ സത്യാമ്മയുടെ ശിഷ്യഗണങ്ങൾക്ക് തീരെ പിടിക്കുന്നില്ല. അയ്യോ എൻ്റെ നൂറിപ്പോൾ ഞങ്ങളുടെ കുടുംബാംഗത്തെ പോലെയാണ്. എനിക്ക് ഇവർക്കൊക്കെ മോളെ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. അതൊക്കെ മോളെയും നല്ല സ്വഭാവം കൊണ്ട് മാത്രമാണ്. അപ്പോൾ സത്യാമ്മയുടെ വീട്ടിലോട്ടൊരു കാർ അങ്ങോട്ട് ചീറിപ്പാഞ്ഞ് വരുന്നുണ്ട്. ആ കാറിൽ നിന്ന് ഇറങ്ങിയ നൂർജഹാൻ്റെ മുറച്ചേർക്കൻ എടി നൂറേ എന്ന് അലറി വിളിക്കുന്നുണ്ട്. എടി നൂർജഹാനെ, ഇറങ്ങി വാടി ഇങ്ങോട്ട്. അയ്യോ നസീർക്കയാണല്ലോ. എടി ഇങ്ങോട്ട് ഇറങ്ങി വരാനല്ലേ നിന്നോട് പറഞ്ഞത്? മോളെ ആരോ വിളിക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ സത്യാമ്മ പോയി നോക്കുന്നുണ്ട്. സത്യാമ്മ ചോദിക്കുന്നു, ആരാ, എന്താ വേണ്ടത്? അതെ, ഞാൻ ഇവളോട് പറഞ്ഞോളാം, ഇറങ്ങി വാടി ഇങ്ങോട്ട്. എടി ഇത് വാടകയ്ക്ക് കൊടുത്ത വീടല്ലേടി, പിന്നെ നീ എന്തിനാ ഇവിടൊക്കെ നീ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലടി, എന്തിനാ നീ ഇങ്ങോട്ട് വന്നതെന്ന്? നസീർക്ക, ഞാൻ സത്യാമ്മയെ കാണാനാ വന്നത്. സത്യാമ്മയോ അതോ സത്യാമ്മയുടെ മകനെയോ? എടി നീ കാണാൻ വന്നവനെ ഇപ്പം സ്പിരിറ്റ് കേസിൽ ഒളിവിലാ. കള്ളും കഞ്ചാവൊക്കെ വിറ്റ് നടക്കുന്നവരുടെ പിന്നാലെ നീ എന്തിനാടി നടക്കുന്നത്? വിഷ്ണുവേട്ടൻ കള്ളും കഞ്ചാവും ഒക്കെ വിറ്റ് നടക്കുന്നതെന്നേ നസീർക്കയോട് ആരാ പറഞ്ഞത്? വിഷ്ണുവേട്ടനെ അത്തരക്കാരനല്ല, ആരോ മനഃപൂർവ്വം ചതിച്ചതാ. ആഹാ, അവനെ പറഞ്ഞപ്പോൾ നിനക്ക് കയറി അങ്ങ് നൊന്ത് അല്ലേടി? ഇവിടെ കൊണ്ട് നീ നിർത്തിക്കണം ഈ വീടും ഈ വീട്ടുകാരുമായിട്ടുള്ള ബന്ധം. അതെ, നസീറിക്കല്ല തീരുമാനിക്കേണ്ടത്, എൻ്റെ ബാപ്പച്ചിയാ. എൻ്റെ ബാപ്പച്ചിക്ക് ഒരു കുഴപ്പമില്ലല്ലോ ഞാൻ ഇങ്ങോട്ട് വരുന്നതിൽ. നൂറേതാണ്ട് ഞാൻ നിന്നെ നിക്കാവ് ചെയ്യാൻ പോകുന്നവനാ. എനിക്കിഷ്ടമല്ല നീ അവനെക്കുറിച്ച് പറയുന്നതും നീ ഇങ്ങോട്ട് വരുന്നതും. നിക്കാഹ് ചെയ്യാൻ പോകുന്നതല്ല ഉള്ളു, അല്ലാതെ നിക്കാവൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് മതി ഈ ഭരണമൊക്കെ. ഞാൻ എന്ത് ചെയ്യണം ചെയ്യണ്ടെന്നൊക്കെ എൻ്റെ ബാപ്പച്ചി തീരുമാനിക്കും. എന്നിട്ട് മതി അധികാരം കാണിക്കലും അവകാശം കാണിക്കലും ഒക്കെ. നീ തർക്കുത്തരം പറയുന്നോടി എന്നും പറഞ്ഞ് നസീർ നൂർജഹാനെ അടിക്കാനായിട്ട് കൈ വാങ്ങുമ്പോൾ സത്യാമ്മ കയറിയിടാ, മർക്കടമുഷ്ടിയും കയ്യാങ്കളിയൊക്കെ നിന്റെ വീട്ടിൽ മതി. ഇതേ ഞാൻ വാടകയ്ക്ക് സുബേറിനോടെടുത്ത വീടാ ഇത്. ഈ വീട്ടിലെ ആരൊക്കെ വരണം വരണ്ടാന്ന് തീരുമാനിക്കാനുള്ള അവകാശമേ ഈ വീട്ടിൽ നിന്ന് ഞാൻ വാടക ഒഴിയുന്നത് വരെ എനിക്കുണ്ട്. കൂടുതലൊന്നും നീ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഇവളെ എൻ്റെ ബീവിയാകാൻ പോകുന്നോളെ, ഇവളെ ഞാൻ തല്ലും. ചിലപ്പോഴേ ഇവിടിട്ട് ചവിട്ടിയെന്നും വരും. കാണാൻ മനസ്സുള്ളവർ കണ്ടാൽ മതി, അല്ലാത്തവർക്കേ ഇവിടുന്ന് ഇറങ്ങിപ്പോകാം. കാരണവേ ഇത് എനിക്കൂടെ അവകാശപ്പെട്ട വീടാ. ഞാൻ ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങിക്കോണം. സത്യാമ്മ വിടുവോ? എടാ, ഞങ്ങളെ ജീവിതകാലം മുഴുവൻ ഇവിടെ താമസിക്കാൻ വന്നവരല്ല. താമസിക്കുന്നത് വരെ കൃത്യമായിട്ട് വാടക കൊടുക്കുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം നിന്നോട് പറയാം, ഞങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടാനേ നിനക്ക് ഒരു അവകാശവും ഇല്ല. അപ്പോൾ ഫ്രണ്ട്സ്, നൂർജഹാനും നസീറും തമ്മിലുള്ള വിവാഹകാര്യം നടക്കുമോ എന്നുള്ളത് തന്നെ ഇപ്പോൾ ക്വസ്റ്റ്യൻ മാർക്കിലാണ് നിൽക്കുന്നത്. രോഗത്ത് ശ്യാമയെ മനസ്സിലാക്കാൻ തുടങ്ങിയോ? ശാലിനി ചന്ദ്രബോസിനും കൂട്ടർക്കും എതിരെയുള്ള തെളിവുകളെല്ലാം ശേഖരിച്ച് കഴിഞ്ഞോ എന്നുള്ളതൊക്കെ അടുത്ത റിവ്യൂവിൽ പറയാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.